നമസ്കാരം. ടാരോട്ട് സ്പിരിച്വൽ ഹീലിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കുന്നത് നിങ്ങളുടെ പേഴ്സന്റെ കറന്റ് എനർജി എന്താണെന്നുള്ളതാണ്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ജനറൽസ് ആണ്. നിങ്ങൾ എപ്പോഴാണോ ഈ റീഡിംഗ് കാണുന്നത് അപ്പോൾ മുതലാണ് നിങ്ങൾക്ക് ഇത് വാലിഡ് ആയി തുടങ്ങുന്നത്. അതുപോലെ ഈ റീഡിംഗിൽ നിങ്ങൾക്ക് റിസനേറ്റ് ആവുന്ന കാര്യങ്ങൾ നിങ്ങൾ എടുക്കുക, അല്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ വിട്ടുകളയാം. അതുപോലെ ലവേഴ്സ് ആയിക്കോട്ടെ, എസ്റ്റമാറ്റിൽ അഫെയറുള്ള ആളുകളായിക്കോട്ടെ, എല്ലാവർക്കും ഈ റീഡിംഗ് എടുക്കാവുന്നതാണ്. നിങ്ങൾക്ക് പേഴ്സണൽ റീഡിംഗ് ആവശ്യമുണ്ടെങ്കിൽ മോള് കൊടുക്കുന്ന വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ പോസിറ്റീവ് മൈൻഡ്സെറ്റോട് കൂടി ഇരുന്നിട്ട് റീഡിംഗ് ആണ്. ദ ടവർ മൊമെന്റ് ആണ്. അതായത് ഈ റിലേഷനിൽ ഇപ്പോഴൊരു വലിയൊരു പ്രശ്നം നടന്നിട്ട് രണ്ടുപേരും തമ്മിൽ ഒരു സെപ്പറേഷനിൽ നിൽക്കുന്ന ഒരു എനർജിയാണ്. എന്തെങ്കിലും വഴക്കോ വാക്കുതർക്കോ ഒക്കെ നടന്നിട്ട് അതിന്റെ ഒരു ആഫ്റ്റർ എഫക്റ്റിൽ നിൽക്കുന്ന ഒരു എനർജിയാണ് കാണിക്കുന്നത്. അതിന്റെ ഒരു തകർച്ചയിലും മാനസികമായിട്ടുള്ള ഒരു സമ്മർദ്ദത്തിൽ നിൽക്കുന്ന എനർജിയാണ് കാണിക്കുന്നത് കേട്ടോ. ക്യൂൻ ഓഫ് വാൻസ് എനർജിയാണ്. ഈ തകർച്ചയ്ക്ക് കാരണം തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആണെന്നാണ് കാണിക്കുന്നത്. ചിലപ്പോൾ ഫാമിലി ആയിരിക്കാം, അതല്ലെങ്കിൽ ആൾക്ക് മറ്റൊരു കണക്ഷനോ ഫ്രണ്ട്ഷിപ്പ് കണക്ഷനോ കൊളീഗ്സോ അങ്ങനെ മറ്റൊരു പേഴ്സന്റെ ഇൻഫ്ലുവൻസ് ആണ് ഈ റിലേഷൻ ഇത്രയും ഒരു തകർച്ച വന്നതിന് റീസൺ. ഇപ്പൊ നിങ്ങൾ തമ്മിൽ ഒരു സെപ്പറേഷനിലോട്ട് പോയിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ തമ്മിൽ ഇത്രയും ഇഷ്യൂസ് നടന്നിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ തമ്മിൽ മാനസികമായിട്ടൊരു ഭയങ്കര പെയിൻഫുൾ ആയിട്ടുള്ള സിറ്റുവേഷനിലാണ് നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ അതിന് റീസൺ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആണ്. മാത്രമല്ല ഇതൊരു ബ്ലാക്ക് മാജിക് എനർജി ഒക്കെ യൂസ് ചെയ്യുന്ന അത്യാവശ്യം നന്നായിട്ട് നിങ്ങളുടെ പേഴ്സണെ കൺട്രോൾ ചെയ്യുന്ന, ഈ റിലേഷനിൽ നന്നായിട്ട് ഇൻവോൾവ് ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു പേഴ്സൺ ആയിട്ടാണ് കാണുന്നത്. അവർ ഈ റിലേഷൻ തകർക്കണം എന്നുള്ള ഒരു ഇന്റൻഷനോട് കൂടി തന്നെ റിലേഷനിലോട്ട് വന്നിട്ട്, അതായത് അവര് കടന്നു വന്നിട്ട് പ്രശ്നങ്ങൾ ക്രിയേറ്റ് ചെയ്തതായിട്ടാണ് കാണുന്നത് കേട്ടോ. ഇവിടെ ഫുൾ കാർഡും ലവേഴ്സ് കാർഡും ആണ്. ഫുൾ കാർഡ് കാണിക്കുന്നത് ഈ റിലേഷനിൽ ഈ പ്രതിസന്ധി വന്നിട്ടുണ്ടെങ്കിലും, ഈ പ്രശ്നങ്ങൾ വന്നിട്ടുണ്ടെങ്കിലും അതിനെ മുന്നോട്ട് ഫേസ് ചെയ്യാം, അതിനെ തരണം ചെയ്ത് മുന്നോട്ട് പോകാം എന്നുള്ളൊരു ചിന്തയിലാണ് നിങ്ങളുടെ പേഴ്സൺ ഉള്ളത്. അവരതിനാണ് ശ്രമിക്കുന്നത്, അവരതിനാണ് ആഗ്രഹിക്കുന്നത് എന്നുള്ളതാണ് കാണിക്കുന്നത്. ഇവിടെ ലവേഴ്സ് കാർഡ് കാണിക്കുന്നത് അവർ അത്രയും ഒബ്സസ്ഡ് ആണ് നിങ്ങളോട്, അത്രയും അവർക്ക് നിങ്ങളോട് ഒരു പാഷൻ ഉണ്ട് എന്നുള്ളതാണ്, നിങ്ങളോട് അത്രയും സ്നേഹമുണ്ട്. അപ്പം ഈ ഒരു മെയിൻലി ഇവിടെ ഒരു ഫിസിക്കൽ അട്രാക്ഷൻ, ഒരു ഇമോഷണൽ കണക്ഷൻ ഒക്കെ ഉണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ഈ തേർഡ് പേഴ്സൺ ഇവരെ ഒരു ബ്ലാക്ക് മാജിക് യൂസ് ചെയ്തത് കാരണം, അല്ലെങ്കിൽ ബ്ലാക്ക് മാജിക് എനർജി, അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് എനർജി യൂസ് ചെയ്തത് കാരണമുള്ള ഒരു കൺഫ്യൂഷനാണ് ഇവർക്കുള്ളത്. അല്ലെങ്കിൽ ഈ റിലേഷൻ ഇങ്ങനെ ഒരു ഇഷ്യൂ വരുന്നതിന്, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഇഷ്യൂ വരാൻ റീസൺ അതാണെന്നാണ് കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളെ പേഴ്സൺ ഇവിടെ നിങ്ങളോടുള്ള ആ ഒരു സ്നേഹം, ഒബ്സെക്ഷൻ അതൊക്കെ ഉണ്ടെങ്കിലും ഇവിടെ ഇവരുടെ ഇവര് മാനിപ്പുലേറ്റ് ചെയ്ത കാര്യങ്ങളിൽ നിങ്ങളെ പേഴ്സൺ ചില സമയത്ത് വീണു പോകുന്നുണ്ട്, അല്ലെങ്കിൽ അവർ പറയുന്നത് ശരിയാണോ എന്നുള്ള ഒരു കൺഫ്യൂഷനിൽ അവരായി പോകുന്നുണ്ട് എന്നുള്ളതാണ്. അങ്ങനെ അവരെ കൺഫ്യൂസ്ഡ് ആക്കാൻ ഈ തേർഡ് പാർട്ടിക്ക് പറ്റി എന്നുള്ളതാണ് ഇപ്പോഴീ ഒരു ഇഷ്യൂ വന്നതിന്റെ മെയിൻ റീസൺ എന്നുള്ളതാണ് കാണിക്കുന്നത് കേട്ടോ. ദ സൺ കാർഡാണ്. ഈ റിലേഷനിൽ ഇപ്പോഴൊരു ഇരുട്ട് മൂടിയ, അല്ലെങ്കിൽ അത്രയും ഒരു പ്രശ്നം നടന്ന് അത്രയും തകർച്ചയിൽ നിൽക്കുന്ന ഈ റിലേഷനിൽ ഒരു സൺ കാർഡ് വരിക എന്ന് പറയുമ്പോൾ അത് മൊത്തമായിട്ട് ചേഞ്ച് ആവുക എന്നുള്ളതാണ്. അതായത് മൊത്തത്തിൽ ഈ ഒരു റിലേഷന്റെ ഒരു നെഗറ്റീവ് സൈഡ് മാറിയിട്ട് അതൊരു പോസിറ്റീവ് ആയിട്ടുള്ള വൈബിലോട്ട് മാറും എന്നുള്ളതാണ് കാണിക്കുന്നത്. ഇതുവരെ നിങ്ങൾ ഫേസ് ചെയ്തിട്ടുള്ള പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ ഇപ്പൊ നിങ്ങൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളിൽ നിന്നും ഒരു ചേഞ്ച് വരുന്നു, ഒരു പോസിറ്റീവ് ആയിട്ടുള്ള മാറ്റം വരുന്നു എന്നുള്ളതാണ്. നിങ്ങളുടെ പേഴ്സൺ ഇതിന് വേണ്ടിയിട്ട് ഒരു എഫേർട്ട് ഇടാൻ തയ്യാറാവുന്നു. അവരുടെ ഭാഗത്തുനിന്ന് എനിക്ക് ഈ റിലേഷൻ വേണം എന്നുള്ളൊരു ഡിസിഷനിലോട്ട് അവർ വരികയും അവരുടെ ഭാഗത്തുനിന്ന് അതിനനുസരിച്ചുള്ള ആക്ഷൻ ഉണ്ടാവുകയും ചെയ്യും എന്നുള്ളതാണ് കാണിക്കുന്നത് കേട്ടോ. ദ മജീഷ്യൻ കാർഡാണ്. ഇവിടെ ബ്ലാക്ക് മാജിക് എനർജി യൂസ് ചെയ്യുന്നു എന്നുള്ളതിന്റെ ഒരു കൺഫർമേഷൻ ആണ് കേട്ടോ. ഇവിടെ തേർഡ് പാർട്ടി സിറ്റുവേഷൻ, ഇവിടെ ഈ ഒരു ക്യൂൻ ഓഫ് വാൻസ് എനർജി കാണിക്കുന്നത് തന്നെ ഒരു നെഗറ്റിവിറ്റി ഉണ്ട് എന്നുള്ളതാണ്. അത് കൂടുതൽ കൺഫേം ചെയ്യുന്ന രീതിയിലാണ് ഈ ഒരു മജീഷ്യൻ കാർഡ് ഇവിടെ കാണിക്കുന്നത്. തേർഡ് പാർട്ടി എന്ന് പറയുന്നത് അങ്ങനെ ഒരു നിസാര രീതിയിൽ, അല്ലെങ്കിൽ അത് വെറുതെ ഒരു ഇന്റർഫിയർ ചെയ്യുക, പ്രശ്നം ഉണ്ടാക്കുക എന്നുള്ളതിനപ്പുറം ഒരു നെഗറ്റീവ് എനർജി യൂസ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു ബ്ലാക്ക് മാജിക് എനർജി ഒക്കെ യൂസ് ചെയ്തിട്ട് ഈ റിലേഷനെ പറ്റാവുന്ന അത്രയും തകർക്കുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഇന്റൻഷനോട് കൂടിയാണ് നിൽക്കുന്നത് എന്നുള്ളതാണ്. ചിലപ്പോൾ നിങ്ങൾക്ക് അറിയുന്ന, നിങ്ങളുമായിട്ട് ക്ലോസ് ചെയ്ത് നിൽക്കുന്ന ആൾ തന്നെ ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണുമായിട്ട് ക്ലോസ് ചെയ്ത് നിൽക്കുന്ന ആളായിരിക്കാം, നിങ്ങൾ തമ്മിലുള്ള റിലേഷനിൽ നിങ്ങൾ അത്രയും വിശ്വസിച്ച് നിർത്തിയ ഒരാളായിരിക്കാം. അപ്പൊ അങ്ങനെ ഒരു പേഴ്സൺ അവർക്ക് ചിലപ്പോൾ നിങ്ങളോട് പെരുമാറുന്ന രീതിയിൽ, നിങ്ങളോട് സംസാരിക്കുന്ന രീതിയിൽ നിന്ന് ഇവർക്ക് അങ്ങനെ ഒരു ഇന്റൻഷൻ ഉള്ളതായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവില്ല. പക്ഷെ അവരുടെ മനസ്സിൽ അങ്ങനെ ഒരു ഇന്റൻഷൻ ആണ് ഉള്ളത്. ആ രീതിയിലാണ് അവർ ഈ റിലേഷൻ എങ്ങനെയും തകർക്കുക, അല്ലെങ്കിൽ ഇത് മുന്നോട്ട് കൊണ്ടുപോകരുത്, ഇതിലൊരു സക്സസ് ഉണ്ടാവരുത് എന്നുള്ള രീതിയിൽ ഇതിനെ ഏത് രീതിയിലും ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന ഒരു എനർജിയാണ് കാണിക്കുന്നത് കേട്ടോ.
ഫോർ ഓഫ് പെന്റിക്കിൾസ് എനർജിയാണ്. നിങ്ങളുടെ പേഴ്സണ് അവരുടെ മനസ്സിൽ എന്തൊക്കെയാണ് ഫീൽ ചെയ്യുന്നത്, അവർക്ക് എന്തൊക്കെയോ ചേഞ്ച് വന്നതായിട്ട് അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ചിലപ്പോൾ ഈ ഒരു നെഗറ്റീവ് ഇൻഫ്ലുവൻസ് കൊണ്ട് അവർക്ക് നിങ്ങളോടുള്ള ഫീലിംഗ് അല്ലെങ്കിൽ അവരുടെ മനസ്സിൽ വരുന്ന നെഗറ്റിവിറ്റി ആണെങ്കിലും എന്തുകൊണ്ടാണ് അവർക്ക് ഇങ്ങനെ നിങ്ങളോട് റിയാക്ട് ചെയ്യേണ്ടി വരുന്നത്, ചില സമയത്ത് തേർഡ് പാർട്ടി പറയുന്നത് ശരിയാണെന്നുള്ള രീതിയിൽ അവർക്കൊപ്പം നിൽക്കേണ്ടി വരുന്നത് എന്ന് നിങ്ങളുടെ പേഴ്സണ് ചില സമയത്ത് മനസ്സിലാവുന്നില്ല. അവരെന്തുകൊണ്ടാണ് ഇങ്ങനെ ബിഹേവ് ചെയ്യുന്നതെന്നുള്ള അവർക്ക് തന്നെ മനസ്സിലാവാത്തൊരു സിറ്റുവേഷൻ കാണിക്കുന്നുണ്ട്. അവരുടെ മനസ്സിൽ ഒരുപാട് പെയിൻ ഉണ്ട്. ആ ഒരു പെയിൻ അവരിങ്ങനെ അവരിൽ തന്നെ ഹോൾഡ് ചെയ്ത് നിർത്തിയിരിക്കുന്ന ഒരു എനർജിയാണ് കാണിക്കുന്നത് കേട്ടോ. 3 ഓഫ് പെന്റിക്കിൾസ് എനർജിയാണ് ഇവിടെ. ഇതും തേർഡ് പാർട്ടി സിറ്റുവേഷനെയാണ് കാണിക്കുന്നത്. മാത്രമല്ല ഈ തേർഡ് പാർട്ടി കൂടുതലായിട്ട് ഈ റിലേഷനിൽ നിന്ന് അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണിൽ നിന്ന് ആഗ്രഹിക്കുന്നത് ഒരു ഫിനാൻഷ്യൽ സപ്പോർട്ടാണെന്നുള്ളതാണ്. ഒരു ഫിനാൻഷ്യൽ സപ്പോർട്ടിന് വേണ്ടിയിട്ടാണ് അവർ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഒരു സ്നേഹം അല്ലെങ്കിൽ റിലേഷൻ എന്നതിനപ്പുറം ഒരു ഫിനാൻഷ്യൽ സപ്പോർട്ടാണ് ഇവിടെ നിന്ന് അവർ ആഗ്രഹിക്കുന്നത് എന്നുള്ളതാണ് കാണിക്കുന്നത് കേട്ടോ. അപ്പൊ നമുക്ക് കുറച്ച് മെസ്സേജ് കാർഡ് നോക്കാം. പെർഫെക്റ്റ് ടൈമിംഗ് എന്നാണ് കാണിക്കുന്നത്. ഈ റിലേഷനിൽ ഒരു പെർഫെക്റ്റ് ടൈമിംഗിൽ തന്നെ ഇതിലൊരു ചേഞ്ച് വരുന്ന ഒരു എനർജിയാണ് കാണുന്നത് കേട്ടോ. ഇഫ് യു ബിലീവ് എന്നുള്ളതാണ്. നിങ്ങൾ ഈ റിലേഷനിൽ നിങ്ങളുടെ പേഴ്സണ് എത്രമാത്രം അല്ലെങ്കിൽ ഈ റിലേഷനിൽ നിങ്ങൾ എത്രമാത്രം വിശ്വസിക്കുന്നു, അല്ലെങ്കിൽ നിങ്ങൾ എന്താണ് നിങ്ങളുടെ പേഴ്സണെ കുറിച്ച് മനസ്സിലാക്കിയിട്ടുള്ളത്, അതിനനുസരിച്ചാണ് ഈ റിലേഷനിൽ അതാണ് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നത്. അതാണ് നിങ്ങളുടെ ലൈഫിൽ മുന്നോട്ട് സംഭവിക്കാൻ വേണ്ടി പോകുന്നത് എന്നുള്ളതാണ് കാണിക്കുന്നത്. നിങ്ങൾ ബിലീവ് ചെയ്യുന്നതിനനുസരിച്ചാണ്, നിങ്ങൾ എത്രമാത്രം ഈ റിലേഷനിൽ നിങ്ങളെ പേഴ്സണെ നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്, വിശ്വസിക്കുന്നുണ്ട് എന്നുള്ളതിനനുസരിച്ചാണ് മുന്നോട്ട് റിലേഷനിൽ ചേഞ്ചസ് വരിക എന്നുള്ളതാണ് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് കുറച്ച് ക്ലൂസ് കൂടി നോക്കാം. ജനുവരി 1997, 1999, പൂരുട്ടാതി, മലപ്പുറം, തിരുവനന്തപുരം, ആയില്യം, ലെറ്റർ ബി, ചോതി, 1985, തിരുവാതിര, കണ്ണൂർ, സെപ്റ്റംബർ 1988. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു റീഡിംഗ് ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.